पेन में कुछ स्याही बची थी പേനയിൽ അല്പം മഷി ബാക്കിയുണ്ടായിരുന്നു उसे साहिल ने जमीन पर छिड़क दिया ആ ബാക്കിയുണ്ടായിരുന്ന മഷി സാഹിൽ എന്ത് ചെയ്തു ജമീൻ पर छिड़क दिया जमीन എന്ന് പറഞ്ഞാൽ എന്താണ് തറ ഭൂമി ഭൂമിയിൽ കളഞ്ഞു छिड़क दिया തൂവി കളഞ്ഞു नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടി ബർവാന എന്ന് പറഞ്ഞാൽ നിറയ്ക്കാൻ വേണ്ടി ദോനവും രണ്ടുപേരും കൂടെ ദൂക്കാൻ പർ പഹുഞ്ചെ കടയിലേക്ക് എത്തിച്ചേർന്നു മക്കളെ ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനി ആ കടക്കാരനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താലാബ് അതോടൊപ്പം തന്നെ ഒരു പഠിക്കൽ തയ്യാറാക്കാനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഏരിയയാണത് ശ്രദ്ധിക്കുക ഏക് പെൻ സ്യാഹി ബർദു साहिल से पहले बेला ने दुकान वाले से कहा ഒരു പേനയിൽ മഷി നിറയ്ക്കൂ സാഹിൽ സെ പെഹലെ സാഹിലിനേക്കാൾ മുന്നേ ബേലാനെ ബേല ദുക്കാൻ വാലെ സെ കഹ കടക്കാരനോട് പറഞ്ഞു ബേട്ട സ്യാഹി की बोतल अभी अभी खाली हो गई है अब तो कल ही मिल पाएगी മറുപടി കടക്കാരൻ പറയാണ് ബേട്ട മോനെ സ്യാഹി की बोतल ആ മഷിയുടെ ബോത്തൽ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ പാത്രം അബി അബി ഖാലി ഹോ ഗയി ഹേ ഇപ്പോ എന്ത് ചെയ്തു തീർന്നു പോയി അബത്തോ കൽഹി മിൽ പായേഗി ഇനി അത് നാളെയേ ലഭിക്കും ലേക്കിൻ इसने तो पेन में जो स्याही दी उसे भी जमीन पर छिड़क दिया बेला बोली അപ്പൊ ബേല കടക്കാരനോട് പറയാണ് ലേക്കിൻ ഇസ്നെ എന്നാൽ ഇവൻ എന്ത് ചെയ്തെന്നറിയോ പെൻമേം ജോ സ്യാഹി ദി കുറച്ച് മഷി ഉണ്ടായിരുന്നു ഉസേ ബി ജമീൻ പർ ചിടക് ദിയ അതും കൂടെ അവൻ ഭൂമിയിലേക്ക് കളഞ്ഞു അല്ലെങ്കിൽ അവൻ തറയിൽ കളഞ്ഞു അപ്പൊ കടക്കാരൻ പറഞ്ഞ മറുപടി ഉണ്ട് ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നഹീ ഠുലാനാ ചാഹിയേ ഇതൊരു പ്രയോഗമാണ് ബാദൽ കോ ദേഖ് കർ മേഘത്തിനെ കാണുമ്പം ഗഡേ കോ നഹീ ഠുലാനാ ചാഹിയേ കുടം കമഴ്ത്തരുത് നമ്മൾ പറയാറില്ല അങ്ങനെ മഴ പെയ്യുന്നു കരുതിയിട്ട് ഉള്ള വെള്ളം കളയരുത് ആ ഒരു പ്രയോഗമാണത് ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഔർ പൂച്ച ആ കടക്കാരൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് കോൺ സി മീം പഠിത്തേ ഹോ നിങ്ങൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ പാഞ്ച്വി മീം അഞ്ചാം തരത്തിൽ സാഹിലിനെ ഐസെ ബുരേ മനസെ ബതായ സാഹില് വളരെ വിഷമത്തോടുകൂടി എന്തോ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണമെന്നൊക്കെ ഒരു മോശം കാര്യമുള്ള രീതിയിൽ അവൻ പറയാണ് എന്ത് ജയ്സെ പാഞ്ച്വി പഠന പാപ് ഹോ അല്ലെ അഞ്ചാം ക്ലാസ് പഠിക്കണം എന്തോ ഒരു പാപമാണെന്നുള്ള തരത്തിലാണ് എന്ത് ചെയ്തത് അവന്റെ മറുപടി പാഞ്ച്വി അഞ്ചാം തരത്തിൽ അപ്പൊ കടക്കാരന്റെ ചോദ്യം ദോനോ രണ്ടുപേരും ദുക്കാൻ വാലെ ഭയ്യാനെ കഹ കടക്കാരൻ ചോദിക്കുകയാണ് ഹാ ദോനോ അതെ രണ്ടുപേരും ഔർ ഹം ദോനോം കാ സെക്ഷൻ ബി ഏക് ഹി ഹേ ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്ന ഡിവിഷനും ഒന്ന് തന്നെ ഏതാ എ ഡിവിഷൻ ബേലാനെ ഐസെ ഗുഷ് ഹോക്കർ ബദായ ബേല വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനെ പറഞ്ഞത് ജൈസെ എഹ് കോയി ബഹുത് ബഡി ബാത് ഹേ അതായത് രണ്ടാളും ഒരേ ക്ലാസ്സിൽ പഠിക്കണം എന്തോ വലിയ സംഭവമാണെന്നുള്ള മട്ടിലാണ് ബേല പറഞ്ഞത് കേട്ടോ ക്ലാസ്മേം ദോനോ പാസ് പാസ് ബൈഠ്തേ ഥേ ഇനി അവർ തമ്മിൽ ഐക്യം പറഞ്ഞു കൊടുക്കുന്ന കടക്കാരനോട് ക്ലാസ്സിലെ ദോണവും ഞങ്ങൾ രണ്ടുപേരും പാസ് പാസ് ബൈഠ്തേ ഥേ അരികത്ത് അടുത്തടുത്തായിരിക്കുന്നത് കോപ്പി ബി കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ ഥേ ഞങ്ങൾ നോട്ട് എഴുതുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നോട്ട് എഴുതുക കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ രണ്ടാളും പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടാളും ഒരേപോലെ വായിക്കും ബൽക്കി പാഠ് ബി ഏക് ഹി പഠിത്തേ ഞങ്ങൾ വായിക്കുന്ന പാഠവും ഒന്ന് തന്നെയായിരിക്കും സാഹിൽ ചമക്കുടി സൻ 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमकुड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी അതായത് പറയാണ് അതായത് ഇവൻ വായിക്കുന്നത് അല്ലെങ്കിൽ ഇവർ വായിക്കുന്നത് ഒരുമിച്ചാണ് പറയാൻ വേണ്ടി പറയാണ് ചമക്കുടി സൻ 57 1951 ഈ വാള് പഴയതായിരുന്നു അല്ലെങ്കിൽ 1951 എന്താ പറയാ ആ ഒരു വാള് പഴയതായിരുന്നെങ്കിലും നല്ല തിളക്കമുള്ളതായിരുന്നു എന്നൊരു സെന്റൻസ് ആണ് ഇവൻ വായിക്കുന്നെങ്കിൽ അവളും എന്തു വായിക്കും അതേ സെന്റൻസ് തന്നെ വായിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗം മാത്രമേ അതുള്ളൂ
ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലീൻ ജാവും. ബേല പറയാണ് നമുക്ക് പോയിട്ട് വെള്ളം കുടിച്ചാലോ എന്ന് പറയുകയാണെങ്കിൽ സാഹിൽ എന്ത് പറയും? ബഹൻജി പാനി പീനെ ചലാ ജാവും, നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. അതായത് അവർ തമ്മിലുള്ള ആ ഒരു ഐക്യം എല്ലാ കാര്യത്തിലും ഒരേപോലെയാണ് തെളിയിക്കാനുള്ള കുറച്ച് വരികൾ മാത്രമേ ഇതുള്ളൂ. ഓക്കെ ഓക്കെ ഇനി നോക്കാൻ പോകുന്നത് കഥയിലെ മറ്റൊരു നിർണായകമായ കഥാപാത്രവും ഒരു സന്ദർഭവുമാണ് ഇനി പറയാൻ പോകുന്നത്. ഇതും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഏരിയയാണ്. സംഭാഷണമാണെങ്കിലും പട്കഥയാണെങ്കിലും ഡയറി ആണെങ്കിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് പോവുകയാണ്. ഗണിതയ്ക്ക് മാഡ് സാബ് സുരേന്ദ്രജി കാ പീരീഡ് ഗേൽ ഗണ്ടി കെ ബാദ് ആതാ താ. ഗണിതയ്ക്ക് മാഡ് സാബ്, ഗണിത് മാത്സിന്റെ അധ്യാപകനായ സുരേന്ദ്രജി, അധ്യാപകന്റെ പേരാണെന്ത്? സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ മാഷ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പീരീഡ് ഗേൽ ഗണ്ടി കെ ബാദ് ആതാ താ. അതായത് ഗേൽ ഗണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ടി, അതായത് പി ടിയുടെ പീരീഡിന് ശേഷമാണ് ആരെ പീരീഡ് വരിക? മാത്സിന്റെ പീരീഡ് വരിക. ബച്ചെ ഉൻസെ കാമ്പത്തേതി. സുരേന്ദ്രൻ സാർ എന്ന് പറയുമ്പോഴേക്കും കുട്ടികൾ എന്ത് ചെയ്യും? കാമ്പത്തേതി, വിറയ്ക്കുമായിരുന്നു. और गेल घंटी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. കുട്ടികൾ എന്ത് ചെയ്യും? അയാളെ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഗേൽ ഗണ്ടി ബന്ദ് ഹോനെ സെ, ആ കളിയുടെ പീരീഡ് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് പഹലെ, 2 മിനിറ്റ് മുൻപേ അപ്പനി അപ്പനി ജഗഹോം പർ, തങ്ങളുടേതായ സ്ഥലത്ത് ആക്കർ ബൈഡ് ജാത്തേതെ, വന്നിരിക്കുമായിരുന്നു. കാരണം നേരം വൈകി വന്നാൽ അയാള് അടിക്കുന്നുള്ള പേടി കൊണ്ടായിരിക്കാം. നോക്കാം. സുരേന്ദ്രജി മാഡ് സാബ് ഇസി പീരീഡ് മീൻ കോപ്പി ജാഞ്ച് തേ. ആ ഒരു പീരീഡിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുക? കോപ്പി ജാഞ്ച് തേ. ജാഞ്ചന എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക, നോട്ട്ബുക്ക് പരിശോധിക്കുന്ന സമയം ആ ഒരു പീരീഡാണ്. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे. जरा सी गलती पर, എന്തെങ്കിലും ചെറിയൊരു തെറ്റിന് ബച്ചോം കോ, കുട്ടികളെ, ഇധർ ഉധർ ഫേങ്ക് ദേത്തെ थे. ഫേങ്കിന എന്ന് പറഞ്ഞാൽ ശരിക്കും എറിയുക എന്നാണ്, മനസ്സിലായില്ലേ? അവരെ നോട്ട്ബുക്ക് എന്ത് ചെയ്യും? എടുത്തെറിയും. യാ ചാപ്പഡ് മാർനെ ലഗ്തേ थे, കുട്ടികളെ മർദ്ദിക്കും. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാതാ था. ഉൻകാ ഹാത്ത്, അധ്യാപകന്റെ ആ കൈ, ചലന ശുരു ഹോത്താ തോ, സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, അതായത് അടിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ, രുക്ന നിർത്താൻ, ഭൂൽ ജാതാ മറന്നുപോവും എന്ന് പറഞ്ഞാൽ ആ സ്റ്റോപ്പ് ഇല്ലാതെ അടിക്കും. ഏക് ദിൻ, ഒരു ദിവസം, സുരേന്ദ്രൻ അധ്യാപകൻ ബേലാക്കെ ബാലോമേ പഞ്ചാഫംസായ, ബേലയുടെ ബാലോമി, ബാൽ എന്ന് പറഞ്ഞാണ് മുടിയാണ്, ബേലയുടെ മുടി എന്ത് ചെയ്തു? പഞ്ചാഫംസായ. പഞ്ചാഫംസായ എന്ന് പറഞ്ഞാൽ ഈ കൈയില്ലേ നമ്മൾ 5 വിരല്, ആ 5 വിരൽ എന്ത് ചെയ്യുക? തലയിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തുക. ഓക്കെ, ബേലയുടെ തലയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे. എന്തോ ഒരു ഗലത്തിക്കോ, ഒരു തെറ്റിന് അയാൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഇവളുടെ മുടി പിടിച്ചിട്ട് അല്ലെങ്കിൽ അവളെ പുറത്തേക്ക് എറിയാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത്. ഗലത്തി ദീഹി നഹി, സത്യം പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമുണ്ടായിരുന്നില്ല. അധ്യാപകൻ എന്തോ തെറ്റിദ്ധാരണ പേര് എന്ത് ചെയ്യാണ്? അവളുടെ മുടി പിടിച്ചാണെങ്കിൽ തലയിൽ കൈയമർത്തിയതാണ്. ഉനോനി ബേലാക്കോ ചോട് ദിയ, പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ബേലയെ വിട്ടു എന്ന് പറഞ്ഞാൽ ആ മുടിയിൽ നിന്ന് കൈയെടുത്തു. ബേലാക്കി ഭയഭീത് ചെഹരെ കോ ദേഖ്കർ സാഹിൽ ബുരി തരഹ് ഡർ ഗയാ താ. സത്യം പറഞ്ഞാല് ആ ബേലയെ ഇങ്ങനെ ചെയ്തപ്പം സത്യം പറഞ്ഞാൽ പേടിച്ചത് ആരാന്നറിയോ? സാഹിലാണ്. സാഹില് തന്റെ ഭയഭീത്, അവൻ എന്ത് ചെയ്തു? ആകെ പേടിച്ച ചെഹരേക്കോ അല്ലെങ്കിൽ പേടിച്ച ഒരു മുഖവുമായിട്ട് എന്ത് ചെയ്യാണ്? അവൻ പേടിച്ച് അവിടെ ഇരിക്കുകയാണ്. ഉസ്നെ ദേക്കാക്കി, അവൻ കണ്ടു. ബേലാക്കി പാവ് അബീബി കാബ്രഹേദേ, ബേലയുടെ കാലുകൾ, പാവ് എന്ന കാലാണ്, അബീബി കാബ്രഹേദേ, അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജൈസേ വഹ് ഗഡേ ഗഡേ അഭി ഗിർ ജായേഗി, അവന് തോന്നാണ് അവൾ ഇപ്പൊ എന്ത് ചെയ്യും? താഴോട്ട് വീഴും. ആ ഒരു അവസ്ഥ വരെ എത്തി. സുരേന്ദ്രജി മാഡ് സാബ് ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपने जगह पर. അധ്യാപകൻ എന്ത് ചെയ്തു?
അവളിരിക്കുന്ന ഭാഗത്തേക്ക് അവളുടെ നോട്ട്ബുക്ക് ഫേങ്കത്തെ ഹുയെ വലിച്ചെറിഞ്ഞുകൊണ്ട് കഹ പറഞ്ഞു, ബൈറ്റ് അപ്പനി ജഗഹ് പർ, പോയി നിന്റെ സ്ഥലത്തിരിക്കി. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ഈ ഒരു സംഭവം അല്ലെ ബേലയുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിച്ചു. മാഡ് സാബ് ചാഹേ മുझे പീഠ് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അവള് പറയാണ്, ആ അധ്യാപകന് വേണമെങ്കിൽ മുझे പീഠ് ലേത്തെ, എന്നെന്ത് ചെയ്യാം, അടിക്കാമായിരുന്നു, മർദ്ദിക്കാമായിരുന്നു. മഗർ സാഹിൽ കെ സാമനെ നഹി, സാഹിലിന്റെ മുമ്പിൽ വെച്ച് ആകാൻ പാടില്ല. അവൾ ഏറ്റവും വിഷമതാണ്, സാഹിലിന്റെ മുമ്പിൽ വെച്ച് ചെയ്തല്ലോ എന്നാണ്. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിദ മഹസൂസ് കർ രഹി थी. അവക്ക് ആ സാഹിലിനെ ആ തൊട്ടടുത്ത് ഇരുന്നപ്പോൾ എന്ത് ചെയ്യാണ്, വളരെ ശർമിത, നാണം, ശർമ്മ എന്ന നാണമാണ്, നാണം അനുഭവപ്പെട്ടു. ക്യോंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. കാരണം എന്താണ്, സാഹിലിന്റെ ആ മനസ്സിൽ, സാഹിലിന്റെ കാഴ്ചപ്പാടിൽ അവൾ എത്രയോ മിടുക്കിയാണ്, നല്ലവളായിരുന്നു. പക്ഷെ അത് ആര് അധ്യാപകൻ മനസ്സിലാക്കിയില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് അവൾക്ക് വളരെയധികം വിഷമം അനുഭവപ്പെട്ടു. ആ ഒരു ഭാഗം അവിടെ തീരുകയാണ്. ആ ക്ലാസ് റൂമിൽ അനുഭവപ്പെട്ട ആ ഒരു കഥ അവിടെ തീരുകയാണ്. ഇനി വേറൊരു ഭാഗത്തേക്ക് കഥ പോവുകയാണ്. ദീപാവലിക്ക് ചുട്ടിയും കെ ബാദ്, ദീപാവലി വെക്കേഷൻ, ചുട്ടിയറ അവധിയാണ്. ദീപാവലിയുടെ അവധിക്ക് ശേഷം ജബ് സ്കൂൾ ഗുലാത്തോ, സ്കൂൾ തുറന്നപ്പോൾ ബേല കെ സിർപ്പർ, ബേലയുടെ തലയിൽ സഫേദ് പട്ടി ബാന്ദീതി, ബേലയുടെ തലയില് സഫേദ് പട്ടി, പട്ടി പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച പട്ടിയല്ല, നമ്മുടെ ബാൻഡേജിനാണ് പട്ടി എന്ന് പറയാം, വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു. കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി കഹ് രഹാ താ. അപ്പൊ അവള് സ്കൂളിലേക്ക് വരുമ്പോഴേ ചില കുട്ടികൾ അവളെ കളിയാക്കുകയാണ്, ഹോയ് 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 സഫേദ് പട്ടി, വെള്ളപ്പട്ടി എന്നല്ല, ആ വെള്ള ബാൻഡേജ് ഇട്ടവൾ എന്നുള്ള കളിയാക്കിയിട്ട് അവളെ വിളിക്കുകയാണ്. ചില ആൾക്കാരെ വിളിക്കുന്നത് എന്താ അറിയോ, സുൽത്താന ഠാക്കു, കൊള്ളക്കാരി, രാജ്ഞി എന്ന് ചില ആൾക്കാർ അവിടെ കളിയാക്കുന്നു. തോ കോയി കുച്ച് ഔർ കഹ് കർ ചിഡാ രഹാ താ, വേറെ ആളുകൾ വേറെ എന്തൊക്കെയോ വിളിച്ച് അവളെന്ത് ചെയ്യാണ്, പ്രകോപിപ്പിക്കുകയാണ്. യേ ക്യാ ഹോ ഗയാ ബേല, ഇത് കണ്ടിട്ട് സങ്കടപ്പെട്ട ഒരാളേ ഉള്ളൂ, സാഹിൽ അല്ലേ. അവൻ ചോദിക്കുകയാണ്, യേ ക്യാ ഹോ ഗയാ ബേല, ബേല ഇതെന്താ പറ്റിയത്. സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുए പൂച്ച, സാഹില് വളരെ സങ്കടത്തോടു കൂടി ചോദിച്ചു. ഛത്ത് സേ ഗിർ ഗയി, ഞാന് മേൽക്കൂരയിൽ നിന്ന്, ചത്തറ റൂഫാണ്, മേൽക്കൂരയിൽ നിന്നും ഗിർ ഗയി താഴെ വീണു. ബേലാനെ ഹസ്തേ ഹുയെ കഹ, അവള് ചിരിച്ചുകൊണ്ടാ പറഞ്ഞത്. അവർ കഹ എന്നിട്ട് പറഞ്ഞു, ബഹുത് ദിൻ ഹോഗെ, ഒരുപാട് ദിവസമായി, കാരണം നമ്മുടെ ദീപാവലിയുടെ അവധി കഴിഞ്ഞ് വരികയല്ലേ. ആജ് ഗേൽ ഗണ്ടിമേം ഗാന്ധി ചൗക്കുമേം ലങ്കടി ടാങ്കിലെങ്കിൽ, ഇത് നമുക്ക് ആ ഗാന്ധി ചൗക്കില് സ്ഥലമാണ്, ഗാന്ധി ചൗക്കിൽ എന്ത് ചെയ്യണം, കളിക്കണം. എന്താ കളിക്കണ്ടേ, ലങ്കടി ടാങ്ക്, നമ്മൾ ഒറ്റക്കാലിൽ കളിക്കില്ലേ, മുടന്തുള്ള മാതിരി ഒരു കാലിൽ തുള്ളി തുള്ളി, അങ്ങനെയുള്ള ആ ഒരു കളി നമുക്ക് കളിക്കണം. ഒറ്റക്കാലം കൊണ്ട് ഇങ്ങനെ കൊക്കി ചാടിയിട്ട് തൊടുന്ന കളി അങ്ങനെ എന്തുവാണ് കേട്ടോ. അപ്പൊ ലങ്കടി എന്ന് പറഞ്ഞാൽ ഒറ്റക്കാല മുടന്തിയുള്ള ആ ഒരു പരിപാടി. നെഹിങ്കെങ്കിൽ തേരെ സിർപ്പർമേം ഫിർ സേ ലഗ് ജായഗീത്തോ, വേണ്ട വേണ്ട, ഇനി കളിക്കുകയാണെങ്കിൽ നിനക്ക് ഇനിയും തലയിൽ മുറിവ് പറ്റിയാലോ, വേണ്ട, വിലക്കാണ്. നെഹി ലഗേഗി, പറ്റില്ല. ബേലാനെ ജിന്ദഗി, ജിന്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷാഠ്യം, വാശി. ബേല പറഞ്ഞു എനിക്ക് കളിച്ചേ പറ്റൂ. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी गेल गंडी लंगडी ടാങ്ക് ഗേലി. അങ്ങനെ ബേലയും സാഹിലും മറ്റ് സുഹൃത്തുക്കളും കൂടെ എന്ത് ചെയ്തു, ഗാന്ധി ചൗക്കിൽ പോയിട്ട് ആ കളി കളിച്ചു. ഇൻ ബച്ചോം കോ അപ്പനെ ചാരോം ഓർ ഗേൽത്തെ ദേഖുകർ, കുട്ടികളെ നാല് ഭാഗത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കണ കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിഖായിപ്പെടുത്തി, ഗാന്ധിജിയുടെ പ്രതിമയിലേക്ക് നോക്കിയാൽ നമുക്ക് തോന്നും എന്ത്, ആ ഒരു സമയസേ കുച്ച് അധിക് മുസ്കുരാ രഹി ഹോ, ഗാന്ധിജിയും ഈ കുട്ടികളുടെ കളി കണ്ടിട്ട് ചിരിക്കുകയാണെന്ന് തോന്നിപ്പോവും. രവിവാർ കാ ദിൻ താ, സൺഡേ, ഞായറാഴ്ച ദിവസം. സാഹിൽ അപ്നെ ഘർ മേം നീം കെ പേട് കി ടാലി പക്കഡ് കർ ചൂം രഹാ താ. സാഹിൽ തന്റെ വീട്ടില് നീം കെ പേട് എന്ന് പറഞ്ഞാൽ ആര്യവേപ്പാണ്, വേപ്പ് മരത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഊഞ്ഞാലാടുക, ചൂമന പറഞ്ഞാൽ ശരിക്കും ആടുക, ഊഞ്ഞാലാടുന്ന പോലെ കളിക്കുകയാണ്. വഹ് ഏക് സ്റ്റൂൾ പർ ചടുക്കർ ചൂൽത്താത്ത, ഒരു സ്റ്റൂളിൽ കയറിയിട്ടാണ് അങ്ങനെ ആടിയിരുന്നത്. അച്ചാനക്ക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി ഏക് കീൽ
സാഹിൽ കി പിണ്ടലി മേൽ ലഗ് ഗയി. എന്താ സംഭവിച്ചറിയോ? ആ സ്റ്റൂളിന്റെ ഏക കീൽ ഒരു ആണി സാഹിൽ കി പിണ്ടലി മേം, പിണ്ടലി എന്ന് പറഞ്ഞാൽ കണങ്കാല്, കണങ്കാലിൽ എന്ത് ചെയ്തു? തറച്ചു. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഢ, 1 ഇഞ്ച് ആഴത്തിൽ, ഗഹര ആഴത്തിൽ, ഗഡ്ഢ എന്ന് പറഞ്ഞാൽ കുഴി, 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു കുഴി. ഉസേ സർക്കാരി അസ്പതാൽ മേം പട്ടി ബന്ധുവാനെ കെ ലിയെ ലേ ജായാ ഗയാ. അവൻ എന്ത് ചെയ്തു? ഒരു സർക്കാർ ഹോസ്പിറ്റലില് ആ ബാൻഡേജ് കെട്ടാൻ വേണ്ടി കൊണ്ടുവന്നു. ഉസ്നെ ദേക്കാക്കി, അവിടെ എത്തിയപ്പോ കണ്ടു, 2 ലോഗോം കോ ചോടുക്കർ ആകെ ബേലാഗടി ഹെ, വരി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവന്റെ മുൻപിലായിട്ട് ആരുണ്ട്? ബേലുണ്ട് വരിയില്. സിർമേം പട്ടി ബന്ധുവാനിയായി ഹേ, അവൾ എന്തിനു വേണ്ടി വന്നാണ്? ആ തലയില് ആ ബാൻഡേജ് മാറ്റാൻ വേണ്ടി വന്നാണ്. സ്കൂൾ ജാത്തെ ആത്തെ ഹുയി ഔർ കക്ഷാ മേ കൈ ദിനോം തക്ക് 2 ഐസേ ബച്ചേ ദിക്കായി. അങ്ങനെ സ്കൂളില് ഒരുപാട് ദിവസത്തോളം ആ 2 കുട്ടികളെ അങ്ങനെ കണ്ടു. എങ്ങനെ കണ്ടു? ആ ദിക്കായി ദേത്തെ രഹേ ജിൻമേം സേ ഏക് കെ സിർ പർ പട്ടി ബന്ദി, ഒരാളുടെ തലയിൽ ബാൻഡേജ്, ഔർ ഏക് കി പിണ്ടലി മേം, ഒരാളുടെ കാലിൽ ബാൻഡേജ്. സഫേദ് പട്ടി വാലെ യേ ദോനോം കഹീം പർ ബി സാത്ത് ഹി ദിക്കായി ദേത്തെ. അങ്ങനെ ആ വെള്ള ബാൻഡേജ് ഇട്ട, അതായത് തലയിൽ ബാൻഡേജ് ഇട്ട ഒരാളും കാലിൽ ബാൻഡേജ് ഇട്ട 2 പേരെയും ഒരുമിച്ചാണ് ഇങ്ങനെ കണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗം, ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ഭാഗം. 5വീം കക്ഷാ കാ റിസൾട്ട് ആ ഗയാ. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോം ചടീമീം ആകെ, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. യഹ് സ്കൂൾ 5വീം തക്ക് ഹി താ, ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂള് 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠോഗെ, സാഹിൽ ഇനി നീ എവിടെയാ പഠിക്കാൻ പോവാ? ബേലാനെ പൂച്ച, ബേല ചോദിച്ചു. അവർ തും കഹാം പഠോഗെ ബേല, തിരിച്ച് അവരും ചോദിച്ചു. എന്ത്? ബേല നീ എവിടെയാ പഠിക്കുക? സാഹിൽ നീ എവിടെയാ പഠിക്കുക? അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ചോദ്യങ്ങൾ. മേരെ പാപ്പ കഹ് രഹേ ദേക്കി മുझे രാജകീയ കന്യാ പാഠശാലമേം പഠായെങ്കി അവർ തും. പറഞ്ഞു കൊടുക്കുകയാണെന്ത്? എന്നെ, അവള് പറയാണ്, എന്നെ അച്ഛൻ എവിടെയാണ്? ആ ഒരു റോയൽ ഗേൾസ് സ്കൂൾ ഉണ്ട്, അവിടെയാണ് എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞയക്കുന്നത്. മുझे അകലെ സാൽ അജ്മീർ ഭേജ് ദേങ്കി, അവൻ പറയാണ് എന്നെ അച്ഛൻ എവിടെ അയക്കാൻ പോകുന്നത്? അജ്മീറിലേക്ക്. വഹാമേക്ക് ഹോസ്റ്റൽ ഹേ, അവിടെ ഒരു ഹോസ്റ്റലിലേക്കാണ്. ഗർസെ ദൂർ വഹാം അക്കേല രഹുങ്ക, അവിടെ ഞാൻ ഒറ്റയ്ക്ക്, അകലെ ഒറ്റയ്ക്ക് ഞാൻ നിൽക്കും. ക്യൂം സാഹിൽ, എന്താണ് ഇങ്ങനെയൊക്കെ? പതാ നഹീം ക്യൂം, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. തോ യാനിക്ക് അബ് തും ഫുലേരാ മേ ഹി നഹി രഹേഗി, അപ്പൊ നീ ഫുലേരയിൽ ഉണ്ടാവില്ലേ? നഹീം തുമാരാ റിപ്പോർട്ട് കാർഡ് ദിക്കാന, നീ നിന്റെ പ്രോഗ്രസ് കാർഡ് കാണിക്ക്, 5ാം ക്ലാസ്സിലെ റിപ്പോർട്ട്. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാദ, സാഹിൽ ബേലയുടെ റിപ്പോർട്ട് ഇങ്ങനെ നോക്കുകയാണ്. അവർ ബേല സാഹിൽ ക, തിരിച്ച് അവനും അവള് ഇങ്ങോട്ടും 2 പേരും ആ പ്രോഗ്രസ് കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരേ കി കോയി ചീസ് കോ ചൂക്കർ ദേഖ് രഹേ ദേ, ഇന്ന് ഏറ്റവും അവസാനമായി, ആഖിർ അവസാനമായിട്ട് ഏക് ദൂസരേക്ക്, ഒരാൾ മറ്റൊരാളുടെ ഒരു വസ്തു തൊടുന്ന, അല്ലെങ്കിൽ അവസാനമായിട്ടാണ് എന്ത് ചെയ്യണത്? ഒരാള് മറ്റൊരാളുടെ വസ്തു അവസാനമായി തൊടാൻ പോവുകയാണ്. പ്രോഗ്രസ് കാർഡ്. തുമാരി ആങ്ക് മീം ആംസു ക്യൂ മാരഹേ ഹേ ബേല, സാഹിൽ ചോദിക്കുകയാണ്, ബേല എന്താ നിന്റെ കണ്ണില് ആംസു കണ്ണുനീര്, എന്താ നിന്റെ മുഖത്ത് അല്ലെങ്കിൽ കണ്ണില് കണ്ണുനീര് വരുന്നത്? മുझे ക്യാ പത, എനിക്ക് എന്തറിയാം. ബേലാനെ ഡബ്ഡബായി ആംഗ്യം സേ ഹസ്തേ ഹുയെ കഹ, ആ നിറഞ്ഞു നിൽക്കുന്ന കണ്ണ് അവൾ എന്ത് ചെയ്തു? അവള് ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, എനിക്കറിയില്ല. സാഹിൽ കി ആംഖേം ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹോനെ ലഗി, സാഹിലിന്റെ കണ്ണുകളാണെങ്കിലോ നമ്മുടെ ബീർ ബഹൂട്ടിയുടെ നിറങ്ങൾ പോലെ ചുവന്നിരുന്നു. അവറുന്മേ ബാരിഷ് കി ബൂന്തോം സാ പാനി ഭർ ഗയാ താ, ഒരു മഴയ്ക്കുള്ള വെള്ളം അവന്റെ കണ്ണിലുണ്ടായിരുന്നു. ബേല കഹനേലകി, ബേല പറഞ്ഞു, മേം ചിഠാവും അബുത്തുമേം റോണി സൂരജ് സാഹിൽ, റോണി സൂരജ് സാഹിൽ, നമ്മളിപ്പം പൊട്ടിക്കരയും. കരയുന്ന സാഹിൽ, കരയുന്ന ബേല. ബാരിഷും ആനേമേം ടേഡ് മഹീന ബാക്കിയ, ശരിക്കും ഇനിയും മഴയ്ക്ക് 1.5 മാസം സമയം ഇനിയുണ്ട്. ലേക്കിൻ യഹ് ബാരിഷും സേ പഹലേക്ക് ബാരിഷ് കയക്ക് ദിന്ത, ഇത് മഴയ്ക്ക് മുൻപുള്ള ഒരു മഴ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുനീരാണ് മഴയായി ഇവിടെ പറയുന്നത്. ആസ്മാൻ മീം കെഠായേം ഗിരീതി,
ആകാശത്ത് ആ മേഘം വ്യാപിച്ചു. ധൂൽബരി തേസ് ഹവായും ചൽ രഹി ഥി, നല്ല പൊടി കാറ്റ് നല്ല വീശിയടിച്ചു. പാനി ബരസ് രഹാദ, മഴ പെയ്തു. ഫുലേര കസ്ബേ കി ബാദൽ ഛായി ഏക് ഗലി മേം, ആ ഫുലേര ജംഗ്ഷനിൽ, ആ മേഘാവൃതമായ ജംഗ്ഷനിൽ ഒരു തെരുവിൽ ഗലിമേം പാഞ്ച്വീം സി ചടിമേം ചലി ഗയി, 5 നിന്നും 6 പോകുന്ന ഏക് ലടുക്കി, ഒരു പെൺകുട്ടി, ജാരഹീദി, ഒരു പെൺകുട്ടി പോകുന്നു. ഉസ്കെ ഭൂരെ ബാൽ ബീർ ബഹൂട്ടിയം കെ രംഗ് കെ ലാൽ റിബൺ സെ ബന്ധേ ഹെ, അവളുടെ തലയിൽ ആ ഒരു ചുവന്ന റിബൺ കെട്ടിയിട്ടുണ്ടായിരുന്നു, ബീർ ബഹൂട്ടികളുടെ നിറത്തെ പോലെ. ദൂസരി ദിശാക്കോ, മറ്റൊരു ദിശയിലേക്ക്, ഏക് ഗലീമേം, ഒരു തെരുവിൽ, 5 നിന്നും ചടീമേം ഗയ 6 എത്തിയ ഏക് 11 സാൽ കാൽ എടുക്ക, ഒരു 6ാം ക്ലാസ്സിലേക്ക് എത്തിയ ഒരു ആൺകുട്ടിയും ജാരഹാദ പോവുകയാണ്. ഇസ്കി പിണ്ടലീമേം ബീർ ബഹൂട്ടി കാ രംഗ് കാ സയക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാൻ, അവന്റെ കാലുകളില് ഒരു ഇഞ്ച് ആഴത്തിലുള്ള ഒരു മുറിവ്, അതിന്റെ അടയാളം. ഒരു ദിശയിലേക്ക് സാഹിൽ പോകുന്നു, മറ്റൊരു ദിശയിലേക്ക് ബേലയും പോകുന്നു. അവര് അവിടെ വെച്ച് വേർപിരിയുന്നു. ഇതാണ് നമ്മളുടെ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഥ. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് വരുന്ന ഒരുപാട് വർക്കിംഗ് മോഡലുകളുണ്ട്, അത് നമുക്ക് ചെയ്തു പഠിക്കാം. അതിന് നിങ്ങൾ എന്ത് വേണം? ഈ പറയുന്ന പാഠഭാഗം ശരിക്ക് മനസ്സിലാക്കണം. ഓക്കെ, ശരി.